ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് മല്ലിയില, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര്, 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 മീഡിയം സവാള വറുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. സവാള വറുത്ത കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് 2 തക്കാളിപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. ഞാൻ ഈ റൈസ് കുക്കറിലാണ് ഈ ചോറ് റെഡിയാക്കിയത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് 1 മണിക്കൂർ ഞാൻ റൈസ് കുക്കറിൽ വെച്ച് റെഡിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ദം ചെയ്ത് കൊടുക്കാം. കാഷ്നട്ടും സവാള വറുത്തതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറ് ഫുള്ള് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും കാഷ്നട്ടും സവാളയും ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി നമുക്ക് 2 സ്പൂൺ പാലിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. സവാള വറുത്ത കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലൊരു പ്ലേറ്റ് വെച്ചിരുന്നു. ആവിയിലെ വെള്ളം അതിൽ വീഴാതിരിക്കാനാണ് ആ പ്ലേറ്റ് വെച്ചത്. അപ്പോൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ ഒട്ടും കട്ട കിട്ടാതെ നമുക്ക് കിട്ടും. സൺഫ്ലവർ ഓയിൽ, നെയ്യ്, നാരങ്ങ നീര് എന്നിവ ഒഴിച്ച് കൊടുക്കണം. പിന്നെ മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്ത് വെള്ളം തിളപ്പിച്ച് അരി ഇട്ട് കൊടുക്കുക.